പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2026 ബി.എഡ് അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ ക്യാപ് ഐഡിയും സെക്യൂരിറ്റി കീയും കൊടുത്ത് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് പരിശോധിക്കാവുന്നതാണ്. അങ്ങനെ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട്. പെർമനന്റ് അഡ്മിഷൻ എന്ന് യൂണിവേഴ്സിറ്റി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും കോളേജിൽ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട്. ആദ്യം അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ, കഴിഞ്ഞ അലോട്ട്മെന്റ് ലഭിക്കാതെ സെക്കൻഡ് അലോട്ട്മെന്റിലാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിക്കുന്നതെങ്കിൽ ആദ്യം മാൻഡേറ്ററി ഫീ അടക്കുക. SC, ST, OEC വിദ്യാർത്ഥികൾ 155 രൂപയും മറ്റുള്ള വിദ്യാർത്ഥികൾ 610 രൂപയുമാണ് മാൻഡേറ്ററി ഫീ അടക്കേണ്ടത്. അങ്ങനെ മാൻഡേറ്ററി ഫീ അടച്ച് കഴിഞ്ഞതിന് ശേഷം അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഫസ്റ്റ് അലോട്ട്മെന്റിൽ മാൻഡേറ്ററി ഫീ അടച്ചവർക്ക് മാൻഡേറ്ററി ഫീ അടക്കാതെ തന്നെ ഈ അലോട്ട്മെന്റ് പിന്നെ മാൻഡേറ്ററി ഫീ അടക്കേണ്ട ആവശ്യമില്ല. അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുക, കോളേജിൽ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കുക. ഇതാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെ TC അല്ലാത്ത ബാക്കി എല്ലാ സർട്ടിഫിക്കറ്റുകളും അവിടുന്ന് വാങ്ങാവുന്നതാണ് എന്നുകൂടി യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഇതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് എഡിറ്റിങ്ങിനുള്ള സൗകര്യം വരും. എഡിറ്റിങ്ങിൻ്റെ സൗകര്യം 13 മുതൽ 15 തീയതി വരെയാണ്. ഈ ദിവസങ്ങളിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്കും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം യൂണിവേഴ്സിറ്റി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടായിരിക്കും പിന്നീടുള്ള അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അതിനാൽ തന്നെ B.Ed ആണ്. നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ട് അടുത്ത അലോട്ട്മെന്റിൽ വേറെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിൽ അഡ്മിഷൻ എടുക്കാതിരുന്ന B.Edന് വളരെ കുറഞ്ഞ സീറ്റുകളുള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ്. അതിനാൽ തന്നെ എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, കോളേജിൽ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ കമ്മ്യൂണിറ്റി കോട്ടയുമായി ബന്ധപ്പെട്ട സംശയങ്ങളായിരിക്കും വിദ്യാർത്ഥികൾ ചോദിക്കുക. അതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഉടൻ പബ്ലിഷ് ചെയ്യും. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ആകെ 2 കോളേജിലെ കമ്മ്യൂണിറ്റി കോട്ടയുള്ളൂ. ഒന്ന് ഫറൂഖ് ട്രെയിനിങ് കോളേജിലും മറ്റത് NSS ഒറ്റപ്പാലം. NSS ഒറ്റപ്പാലത്തിൽ നായർ സർവീസ് കീഴിലുള്ള സ്ഥാപനമായതുകൊണ്ട് തന്നെ നായർ വിദ്യാർത്ഥികൾക്കാണ് അവിടെ കമ്മ്യൂണിറ്റി കോട്ട ഉണ്ടായിരിക്കുക. ഫറൂഖ് കോളേജിൽ മുസ്ലിം വിദ്യാർത്ഥികൾക്കാണ് കമ്മ്യൂണിറ്റി കോട്ട ഉണ്ടായിരിക്കുക. ബാക്കി കോളേജുകളിലൊന്നും കമ്മ്യൂണിറ്റി കോട്ട സീറ്റ് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് ഏറ്റവും വേഗത്തിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം തന്നെ പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. ഈ വരുന്ന 10 തീയതി വൈകുന്നേരം 4 മണി വരെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഈ കാര്യമാണ് പങ്കുവെക്കാനുള്ള ബാക്കിയുള്ള അപ്ഡേറ്റുകൾ പിന്നീട് അറിയിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.